നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ കേരളം ആസ്ഥാനമായുള്ള രണ്ട് പ്രമുഖ ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഒന്ന് ഫെഡറൽ ബാങ്ക് ആണ്, മറ്റൊന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. ഓർക്കുക, ഒത്തിരിയധികം ആളുകൾ കാത്തിരുന്ന റിക്രൂട്ട്മെന്റ് ആണ് ഈ രണ്ട് ബാങ്കുകളുടെയും റിക്രൂട്ട്മെന്റ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാമെന്നുണ്ടെങ്കിലും ചില ക്യാച്ചുകളുണ്ട്, അത് മനസ്സിലാക്കി മാത്രം നിങ്ങൾ അപേക്ഷിക്കുക എന്ന് മാത്രമല്ല. ഒരു ബാങ്കിന് സൗജന്യ റിക്രൂട്ട്മെന്റ് ആണ്, അതായത് ആപ്ലിക്കേഷൻ ഫീ പോലും ഇല്ല എന്ന് മാത്രവുമല്ല, ടെസ്റ്റ് ഇല്ലാതെ അവസരങ്ങളിലേക്ക് എത്തുവാൻ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്ത് കൂടുതൽ നമ്മൾ പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റികൾ, കരിയർ അറിവുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ഈ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ജൂനിയർ ഓഫീസർ ഈ ഒരു തസ്തികയിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ബിസിനസ് പ്രൊമോഷൻ ഓഫീസർ എന്ന പേരിലും ഇത് അറിയപ്പെടും. അപ്പോൾ ഇതിലേക്ക് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് നാം അറിയുന്ന പോലെ ഇന്ത്യയിലെ തന്നെ ഒരു പ്രീമിയർ ആയിട്ടുള്ള ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. അവിടേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഓൺലൈനായിട്ട് ഇവരുടെ ബാങ്കിന്റെ സൈറ്റിലൂടെ വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. ആപ്ലിക്കേഷന് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 2-ാം തീയതി മാർച്ചാണ്. അപ്പോൾ 2-ാം തീയതി മാർച്ച് വരെ ആയിരിക്കും നിങ്ങൾക്കിതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇനി എലിജിബിലിറ്റിയിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്, ജൂനിയർ ഓഫീസർ അല്ലെ ബിസിനസ് പ്രൊമോഷൻ ഓഫീസർ ആണ് എന്ന് പറഞ്ഞു. ഇത് ടാർഗറ്റ് ബേസ്ഡ് സെയിൽസ് റോൾ ആയിരിക്കും, അതായത് സെയിൽസ് റിലേറ്റഡ് ജോലിയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഓപ്പറേഷണൽ ജോലികൾക്ക് ബാങ്ക് എടുത്താലും ഇന്ന് ഏതാണ്ട് 60% ജോലികളും സെയിൽസ് റിലേറ്റഡ് ആണ്. ഇവിടെ കൃത്യമായിട്ട് ടാർഗറ്റ് ബേസ്ഡ് സെയിൽസ് റോൾ ആണ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ആദ്യം ഒരു 3 ഇയർ കോൺട്രാക്റ്റിലായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. റിന്യൂ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ബേസ്ഡ് ഓൺ യുവർ പെർഫോമൻസ് എന്നാണ് പറയുന്നത്. ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങളെ പോസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള കാര്യം ഓർക്കുക. എന്നാൽ ലാംഗ്വേജ് പ്രിഫറൻസ് നോക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം അറിയാവുന്നവർക്ക് കൂടുതലും കേരളത്തിലൊക്കെ കിട്ടാൻ സാധ്യത കണ്ടേക്കാം എന്നും കൂടി സൂചിപ്പിക്കാം. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. മാക്സിമം 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC/ST ഒക്കെ ആണെങ്കിൽ 5 ഇയേഴ്സ് റിലാക്സേഷൻ. 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിന്റെ ഏജ് കണക്കാക്കുന്ന 31/1/2026 പ്രകാരമാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ആവശ്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഫെഡറൽ ബാങ്കിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, പക്ഷേ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് എക്സ്പീരിയൻസ് ആവശ്യമാണ്. മിനിമം 2 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. അത് ബാങ്കിലോ NBFCയിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ഞാൻ പറഞ്ഞു. സാലറി അതാ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 7.56 lakhs പെർ ആനം, അതായത് ഏകദേശം 60-65,000 രൂപയായിരിക്കും പ്രതിമാസം. CTC ആണ്, കോസ്റ്റ് കമ്പനിയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ബാക്കി ജനറൽ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പറയുമ്പോൾ ഇവിടെ ആനുവൽ ഇൻക്രിമെന്റ് പെർഫോമൻസിനെ ബേസ് ചെയ്തായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മോഡ് ഓഫ് സെലക്ഷൻ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നു, ടെസ്റ്റ് ഇല്ല എന്ന്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് റിക്രൂട്ട്മെന്റ് GDയുടെയും പേഴ്സണൽ ഇന്റർവ്യൂവിന്റെയും ബേസിസിലാണ്. ഇവര് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ആപ്ലിക്കേഷൻ ഫീ നില്ല്. ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഇല്ല എന്നുള്ള കാര്യം കൂടി അറിയുക. അപ്പോൾ ആ 2 അഡ്വാൻറ്റേജ് ഉണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യണം? ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അവരുടെ സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 2-ാം തീയതിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, റെസ്യൂമേ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ചില എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യേണ്ടി വരും എന്ന് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷനിലുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട. കസ്റ്റമർ കെയർ നമ്പർ, ഇമെയിൽ IDയും കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് ഫെഡറൽ ബാങ്കിലെ ഈ ഒരു അവസരം കൂടി ഒന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്ക് ജോയിൻ അവർ സെയിൽസ് ടീം. ഇതും സെയിൽസ് റിലേറ്റഡ് ജോലികളാണ് എന്നുള്ള കാര്യം പ്രത്യേകം അറിയുക. അസോസിയേറ്റ് ഓഫീസർ സെയിൽസ് ഈ ഒരു തസ്തികയിലേക്കായിരിക്കും ഫെഡറൽ ബാങ്ക് ഹയർ ചെയ്യുക. 4-ാം തീയതി മാർച്ച് വരെ അപ്ലൈ ചെയ്യാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 2-ാം തീയതി ആണെങ്കിൽ ഇവിടെ 4-ാം തീയതി വരെ
അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് 4 മാർച്ച് വരെ അപ്ലൈ ചെയ്യാം. ആർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക? ഗ്രാജുവേറ്റ്സ്, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയുള്ള ഇനി ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. മിനിമം 50% മാർക്സ്, അത് 10th-ലും 12th-ലും ഡിഗ്രിക്കും ഇനി ഡിപ്ലോമ പഠിച്ചവരാണെങ്കിൽ അതിലും ഒക്കെ മിനിമം 50% മാർക്ക് നേടിയിരിക്കണം. പ്രായം 27 വയസ്സിൽ കവിയല്ല് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. SC ST-ക്കാർക്ക് 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഇത് സ്കിപ്പാകല്, പ്ലേസ് ഓഫ് ഡൊമിസിൽ, അതായത് വാസസ്ഥലം. ഇവരിവിടെ പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സ് ഡൊമിസിൽ ഇൻ ദ സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിട്ടറി മെൻഷൻ ഇൻ ദ അനക്ഷർ ആർ എലിജിബിൾ ടു അപ്ലൈ. അതായത് ഇവര് കുറെ സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറികളും പറയുന്നുണ്ട് അവിടെ ഉള്ളവർ മാത്രം, അവിടെ വാസസ്ഥലമുള്ളവർ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. അതുകൊണ്ട് അത് പ്രത്യേകം ഓർക്കുക. അത് ഞാൻ സൂചിപ്പിക്കാം. ഇന്ത്യൻ സിറ്റിസൺസ് ആയിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. പിന്നെ ഗ്രാജുവേഷൻ 2026 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും ഇതിന് അപ്ലൈ ചെയ്യാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും 2026 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും അപേക്ഷിക്കാം എന്നുള്ള കാര്യം പ്രത്യേകം അറിയുക. ബാക്കി കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കും. ഇതിന്റെ സാലറി 6.7 lakh അപ് ടു, അതായത് 4.64 to 6.7 lakh CTC കോസ്റ്റ് കമ്പനി എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ്. നിങ്ങൾ എവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നതും മറ്റ് ഫാക്ടേഴ്സിനൊക്കെ അനുസരിച്ചായിരിക്കും ശമ്പളം വേരി ചെയ്യുക. ഈ ശമ്പളം എല്ലാം കോസ്റ്റ് കമ്പനിയാണ്, അതായത് കമ്പനിക്ക് വരുന്ന എക്സ്പെൻസ് ആണ്. ഇത്രയൊന്നും കയ്യിൽ കിട്ടത്തില്ല എന്നുള്ള കാര്യം അറിയുക. കമ്പനിക്കാർ ഇച്ചിരി പൊലിപ്പിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കൽ കൂടി ഇവർ പറയുന്നു, ലിസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് വിത്ത് ലോക്കലൈസ്ഡ് റിക്രൂട്ട്മെന്റ് കണ്ടക്റ്റഡ് ഈസ് പ്രൊവൈഡഡ്. ആ ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് മാത്രമായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങൾക്ക് 2 ഡിസ്ട്രിക്റ്റ് വരെ സെലക്ട് ചെയ്യാം. അവിടെ സൂചിപ്പിക്കുന്ന 2 ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾക്ക് വാസസ്ഥലം ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ റീജിയണൽ ലാംഗ്വേജ് ഓഫ് ദാറ്റ് ഡിസ്ട്രിക്റ്റ്, ആ ഡിസ്ട്രിക്റ്റിന്റെ റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾ അറിയണം എന്ന് സൂചിപ്പിക്കുന്നു. ഇപ്പൊ തമിഴ്നാട്ടിൽ ഒരു ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്താൽ നമ്മൾ അറിയണം, ആ കാര്യം ഒന്ന് പ്രത്യേകം ഓർക്കുക. പ്രൊബേഷൻ ആയിരിക്കും 1 year, അത് കഴിഞ്ഞായിരിക്കും സെലക്ഷന്, ഫൈനൽ കൺഫർമേഷന്. ഓർക്കുക സെലക്ഷൻ പ്രോസസ്സിൽ ഇവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ GD, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണൽ ഇന്റർവ്യൂ, ഇതിന്റെ 3ന്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. 4 മാർച്ച് വരെ ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇവിടെ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്, 500 രൂപയാണ്. SC ST-ക്കാർക്ക് 125 രൂപ ഫീ പേ ചെയ്താൽ മതിയാകും. ബാക്കി ജനറൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നു, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട ലിസ്റ്റ് ഓഫ് ഡിസ്ട്രിക്റ്റ്, ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലെ, ഏതൊക്കെ സ്റ്റേറ്റിലെ, ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ആന്ധ്രാപ്രദേശിലെ ലിസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട്സ് ഉണ്ട്. നിങ്ങൾ ഈ ഏതെങ്കിലും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്ന ഡിസ്ട്രിക്റ്റിൽ വസിക്കുന്നവർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ആന്ധ്രാപ്രദേശ് ഉണ്ട്, അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ചണ്ഡീഗഡ്, പിന്നെ ഡൽഹി ഉണ്ട്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക. ഇത്രയും ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക്, കേരളത്തിന്റെ ബോർഡറിലൊക്കെ ഉള്ള പല ഡിസ്ട്രിക്റ്റുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാം. മധ്യപ്രദേശുകാർക്ക് അപേക്ഷിക്കാം. മഹാരാഷ്ട്ര, മേഘാലയ, മിസോറം, നാഗാലാൻഡ്, ഒറീസ, പുതുച്ചേരി, പഞ്ചാബ്, രാജസ്ഥാൻ, തമിഴ്നാട് നിങ്ങൾക്കറിയാം, നമ്മുടെ ബോർഡറിലുള്ള കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള ജില്ലക്കാർക്ക്, അല്ലെങ്കിൽ കന്യാകുമാരി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ബാക്കി ഈ സ്റ്റേറ്റുകൾ. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇതിനകത്ത് കേരളം ഇല്ല, അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അപ്പോൾ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. മറ്റ് ഈ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന സ്റ്റേറ്റിലുള്ളവർക്ക് മാത്രമായിരിക്കും ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം കൂടി അറിയുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ, പ്രത്യേകിച്ച് 2 ബാങ്കിൻ്റെ അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് ബാങ്കുകളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി, എനിക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും മനസ്സിലാക്കി മാത്രം മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഏറ്റവും ശുഭകരമായ ഒരു കരിയർ നിങ്ങൾക്ക് നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.